ഇപ്പോൾ ഈ കുട്ടിയുടെ ചിത്രം പകർത്തിയ ബബിത, സഹയാത്രക്കാരി ബബിത നമ്മോടൊപ്പം ചേരുകയാണ്. ബബിത, കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. എങ്ങനെയാണ് ഈ കുട്ടിയുടെ ചിത്രം എടുക്കണമെന്ന് നിങ്ങൾക്ക് തോന്നിയത് ബബിത? ഞാൻ തമ്പാനൂരിൽ നിന്നാണ് ഞാൻ സ്ഥിരമായി ട്രെയിനിൽ കയറുന്നത്. 12:30-ക്കുള്ള ട്രെയിനായിരുന്നു. പക്ഷെ അന്ന് വന്നപ്പോൾ 1 മണിയായി. ഞങ്ങൾ കയറി ഇരുന്നപ്പോ തന്നെ കുട്ടി കരയുന്നുണ്ടായിരുന്നു. ഭയങ്കരമായി കരയുകയല്ല, വിങ്ങി കരയുന്നത് പോലെ എനിക്ക് തോന്നി. പിന്നെ ഞാൻ കുറച്ചു നേരം കൂടെ ശ്രദ്ധിച്ചപ്പോ എനിക്ക് സംസാരിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള എനിക്കങ്ങനെ ആ കുട്ടിക്ക് എന്ത് സംസാരിക്കണമെന്നോ അല്ലെങ്കിൽ കുട്ടി ഒറ്റയ്ക്കാണെന്നോ പേടിയുണ്ടെന്നോ തോന്നിയില്ല. കുട്ടിയെ കണ്ടപ്പോ തന്നെ സ്ഥിരമായി പോയി വരാറുള്ള ഒരു കുട്ടിയെ പോലെ തോന്നി. പിന്നെ വസ്ത്രധാരണം കണ്ടപ്പോ വീട്ടിൽ നിന്ന് വന്നതുപോലെ തോന്നി. പിന്നെ ബാഗ് ഉണ്ടായിരുന്നു കയ്യില്. അതുകൊണ്ട് പിന്നെ വെറുതെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിരുന്നതാണ്. ചിലപ്പോ എന്തെങ്കിലും ആവശ്യം വന്നാലോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മളെ വാർത്തകളൊക്കെ സ്ഥിരം കാണാറുള്ളല്ലേ കുട്ടികളെ കാണാനില്ല എന്നൊക്കെ. ചുമ്മാ ഞാനൊരു ഫോട്ടോ എടുത്ത് വെച്ചിരുന്നതാണ്. സംസാരിക്കാൻ ശ്രമിച്ചായിരുന്നോ? ഇല്ല, സംസാരിക്കാൻ കുട്ടിക്ക് ഞാൻ ഫോട്ടോ എടുത്തപ്പോ തന്നെ കുട്ടിക്ക് ദേഷ്യം പോലെ തോന്നിയിരുന്നു. പിന്നെ ഞാൻ അങ്ങ് ഫോൺ മാറ്റി വെച്ചിരുന്നു. ദേഷ്യപ്പെട്ടാലെന്ന് പറഞ്ഞ് ചിലപ്പോ ഇഷ്ടപ്പെടത്തില്ലായിരിക്കും ഫോട്ടോ എടുത്തെന്ന് കരുതി ഞങ്ങൾ മാറ്റി വെച്ചു. പിന്നെ ഞാൻ സംസാരിച്ചിട്ടില്ല. ഓക്കെ, നിങ്ങൾ എവിടെ വെച്ചാണ് ഈ കുട്ടിയുടെ ചിത്രം പകർത്തിയത്? ഒപ്പം തന്നെ എങ്ങനെയാണ് പോലീസിന് ഇത് കൈമാറിയ ആ ഒരു സന്ദർഭം കൂടി പറയാമോ? ഞാന് ഫോട്ടോ എടുത്തത് ഒരു 1 മണി 1:30. ഫോട്ടോ എടുത്ത സമയം ഓർമ്മയില്ല. ഒരു 1-1:30 ഇടയിലായിരുന്നു ട്രെയിൻ ഉണ്ടെന്ന്. അതിനിടയിൽ ചുമ്മാ ഒന്ന് എടുത്തതാണ്. ഫോട്ടോ എടുക്കുന്ന ഇന്ന് രാവിലെ 3 മണിയായപ്പോ ഞാൻ ന്യൂസ് ലൈവ് കാണുമായിരുന്നു യൂട്യൂബിൽ. അപ്പോ ബന്ധപ്പെടാൻ നമ്പർ കൊടുത്തപ്പോ ഞാൻ പോലീസിനടുത്ത് വിളിച്ച് പറയുമായിരുന്നു. അങ്ങനെയാണ് കൊടുത്തത്. പോലീസ് എന്തൊക്കെ വിവരങ്ങൾ പോലീസ് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എന്തെങ്കിലും വിവരങ്ങൾ? ഞാൻ എവിടെ നിന്നാണ് കയറിയത്, ഞാൻ എവിടെ ഇറങ്ങി, എത്ര മണിക്ക് കുട്ടിയെ കണ്ടു, എങ്ങനെയാണ് കണ്ടത്, കയ്യിൽ എന്തുണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചു. അതൊക്കെ ഞാൻ കണ്ടതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കുട്ടിയെ കാണുന്ന സമയത്ത് കുട്ടി നിലവിൽ ഓക്കെ ആയിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ബബിത? കുറച്ചു നേരം കൂടെ കഴിഞ്ഞപ്പോ ആദ്യം കയറിയപ്പോ കുറച്ച് കരയുന്നുണ്ടല്ലോ, പിന്നെ അല്ലാതെ ഓക്കെ നോർമലി ഇരിക്കുന്ന പോലെ എനിക്ക് അങ്ങനെ തോന്നി. പിന്നെ ഞാൻ ശ്രദ്ധിച്ചില്ല. ലാസ്റ്റ് ഒക്കെ ആയിട്ടപ്പോ ഞാൻ മൊബൈലൊക്കെ വിളിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നു. പിന്നെ ശ്രദ്ധിച്ചില്ല കുഞ്ഞിനെ. ഈ കുട്ടി കണ്ടിട്ട് കേട്ടില്ല. ഇതും ട്രെയിനിൽ വരാറുള്ളത് പോലെയാണ് എനിക്ക് തോന്നിയത് കണ്ടപ്പോ. ശരി, ഈ കുട്ടിയുടെ കയ്യിൽ ഈ ബാഗ് മാത്രമായിരുന്നോ ഉണ്ടായിരുന്നത്? കയ്യിലൊരു 40 രൂപയാണെന്ന് തോന്നുന്നത്. 2 20 രൂപയുടെ നോട്ടും ഒരു ടിക്കറ്റ് ഉണ്ടായിരുന്നു. ട്രെയിൻ ടിക്കറ്റ് അല്ല, ഒരു ബസ് ടിക്കറ്റ് എന്നാണ് തോന്നുന്നത്. ഒരു ടിക്കറ്റ് ഉണ്ടായിരുന്നു കയ്യില്. കാശ് 40 രൂപ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു കയ്യില്. ബബിത എവിടെയായിരുന്നു ഇറങ്ങിയത്? ഇതിപ്പോൾ കന്യാകുമാരി വരെ പോകുന്ന ട്രെയിൻ ആയിരുന്നല്ലോ. ബബിത എവിടെ വരെ ഇറങ്ങി? നെയ്യാറ്റിൻകരയിലാണ് ഇറങ്ങാറ്. ഇന്നലെ നെയ്യാറ്റിൻകര തന്നെയാണ് ഇറങ്ങിയത്. ഓക്കെ, അപ്പൊ നെയ്യാറ്റിൻകര വരെ ഈ കുട്ടിയെ ബബിത കണ്ടിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ബബിത എടുത്ത ചിത്രമാണ് വളരെ നിർണായകമായിട്ടുള്ളത് എന്ന് തന്നെ പറയേണ്ടി വരും. അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ലീഡായിട്ട് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അതിനെ തുടർന്നാണ് ഈ കുട്ടി ഇപ്പോൾ കന്യാകുമാരിയിലേക്ക് പോയിട്ടുണ്ടാകുമെന്നുള്ള സൂചനയിലൊക്കെ പോലീസ് സംഘം കന്യാകുമാരിയിലേക്കെല്ലാം തിരിച്ചിരിക്കുന്നത്.